കാസർഗോഡ് രാജപുരത്ത് പോലീസിന്റെ നീക്കങ്ങൾ അറിയാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ 7 പേർ അറസ്റ്റിൽ. ഫാമിലി എന്ന പേരുള്ള ഗ്രൂപ്പിന്റെ അഡ്മിൻ ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. മറ്റുള്ള പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ തുടരുന്നു. പോലീസിനും പോലീസുകാർക്കും പോലീസ് വാഹനത്തിനും കോഡ് ഭാഷ ഉപയോഗിച്ചായിരുന്നു ഗ്രൂപ്പിന്റെ പ്രവർത്തനം. ബുധനാഴ്ച ഉച്ചയോടെയാണ് രാജപുരം പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ എസ് ഐ പ്രദീപ് കുമാറും ASI ഓമനക്കുട്ടനും ഉൾപ്പെട്ട സംഘം പെട്രോളിംഗ് ഡ്യൂട്ടിക്കായി ഇറങ്ങിയത്. വാഹന പരിശോധനയ്ക്കിടയിൽ അളവിൽ കൂടുതൽ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം കൈവശം വെച്ചതിന് കള്ളാർ സ്വദേശി അജീഷിനെ കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന്റെ നീക്കങ്ങൾ അറിയാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് കണ്ടെത്തിയത്. ഫാമിലി എന്ന പേരിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ 4 പേരാണ് അഡ്മിന്മാർ. ഗ്രൂപ്പിലാകെ 80 അംഗങ്ങൾ. എല്ലാവരും മദ്യക്കടത്ത്, മയക്കുമരുന്ന് കച്ചവടം, ഓൺലൈൻ ലോട്ടറി വ്യാപാരം എന്നീ ക്രിമിനൽ പശ്ചാത്തലങ്ങളുള്ളവർ. അജീഷിനെ ചോദ്യം ചെയ്തെങ്കിലും ആദ്യഘട്ടത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പിലെ വിവരങ്ങൾ കൈമാറാൻ തയ്യാറായില്ല. പിന്നീടാണ് ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച ഫോട്ടോകൾ സഹിതം പോലീസ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. രാജപുരം പോലീസ് സ്റ്റേഷനിലെയും പാണത്തൂർ OP-യിലെയും പോലീസ് വാഹനങ്ങളുടെ സഞ്ചാരപാതയും ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങളും അറിയാനായിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പ്. ഗ്രൂപ്പിലൂടെ ഉദ്യോഗസ്ഥരെയും വാഹനത്തെയും സംബന്ധിച്ച വിവരങ്ങൾ കോഡ് ഭാഷയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. പോലീസ് സ്റ്റേഷനെ വീടെന്നും പാണത്തൂർ OP-യിലെ പോലീസ് വാഹനത്തെ പാട്ടയെന്നും രാജപുരം പോലീസിലെ പോലീസ് വാഹനത്തെ ജനകീയമെന്നും മാഫിയ സംഘം കോഡ് ഭാഷ നൽകി വിശേഷിപ്പിച്ചു. 2 ആഴ്ച മുൻപ് ഓൺലൈൻ ലോട്ടറി വ്യാപാരം നടത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൽ എസ് ഐ പ്രദീപ് കുമാറിനെ ചൊറപിടിച്ച മുതലാളി എന്നാണ് ഗ്രൂപ്പിലൂടെ വിശേഷിപ്പിച്ചത്. സംഭവത്തിൽ 19 പേർക്കെതിരെ കേസെടുത്തെങ്കിലും പ്രതികൾ ഒളിവിൽ പോയി. പോലീസ് നടത്തിയ തിരച്ചിലിൽ 7 പ്രതികളെ പിടികൂടി. ഗ്രൂപ്പിൽ വിവരങ്ങൾ കൈമാറിയ മറ്റുള്ളവർക്കായി അന്വേഷണം തുടരുകയാണ്. 24 കാസർഗോഡ്.